കിശോര രാമായണം. രചന ശ്രീ ശ്രീനിലയം രതീശൻ മൺറോത്തുരുത്ത്. കിശോര രാമായണ പാരായണം. ഉത്തര രാമായണം. ശ്രീരാമ രാമ രാമ. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ ദിലീപ് കുമാർ കിളികല്ലൂർ. ശ്രീമാൻ രഘുനാഥന്റെയും ശ്രീമതി പാസുരാംഗിയുടെയും മകനാണ്. മികച്ച ഒരു ഗായകനായ ഇദ്ദേഹം ജില്ലാ കലാപ്രതിഭയായിരുന്നു. ഇപ്പോൾ കൊല്ലം അയത്തിൽ താമസിക്കുന്നു. സീതാ പരിത്യാഗം. ശ്രീരാമ രാമ രാമ. സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ. സീതാപതേ അയോധ്യയകന്ന് തേരത കാനന പാതയിൽ വിധിതൻ ക്രൂരത അറിയാതെയോ ജാനകി ദുഃഖം സഹിയാതെ തുഞ്ചന്റെ പൈങ്കിളി പാറിയകന്നുപോയി തുടരാമിനി ഞാൻ അപരാനിധിതാനെന്ന് മുദ്രചാർത്തി അകറ്റുവാൻ രാജകൽപ്പന തില്ലും അറിഞ്ഞീല താപസത്തരുണികളോടൊത്തേതാനും നാൾ പാർക്കാൻ കൊതിച്ചവൾ സാധ്യമാക്കീനാഥൻ. സൗമിത്രി തന്നൊപ്പം രഥയാത്ര വനാന്തരേ വനമധ്യേ ഉപേക്ഷിച്ചു പോരാൻ കൽപ്പന വിടദേവി വിട. ഏങ്ങി നീർ തുളുമ്പും മിഴിയിണ തുടച്ചു വിട കൊണ്ടതാ സൗമിത്രൻ നടുങ്ങി പ്രാണപ്രിയൻ തൻ കൽപ്പനയോ ഇത്. ധൂപഗന്ധം പേറി ഇളം തന്നൽ ഇളകിത്തഴുകി മെയ്തളർന്ന അവശയായി അബോധയായി ഉൾത്തെളിവിലെല്ലാം അറിഞ്ഞ പോൽ മുനി വാൽമീകി തന്നാശ്രമത്തിൽ അഭയമേകി തണലായി തഴുകയാൽ അറിഞ്ഞ് പൊൻപ്രഭയിലതാ രണ്ടോ മനകൾ ലവ കുശർ നാമമേകി മുനി. വിദ്യ ആയോധനമുറകൾ അഭ്യസിപ്പിച്ച് വീരരായി ധീരരായി മുനികുമാരന്മാർ യൗവനയുക്തരായി രാമൻ തന്നുൾവേവറിഞ്ഞ് ഓലയിൽ കുറിച്ചൂര ഇതിഹാസ കാവ്യം രാമായണം. രാമായണം.
പ്രൊഫസർ ജി പത്മറാവു, പ്രാസംഗികൻ, സാഹിത്യ നിരൂപകൻ, SN കോളേജുകളിൽ മലയാളം അധ്യാപകൻ. അവിടെ നിന്നും ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്കും പിന്നീട് കേരള സർവകലാശാല മലയാള വിഭാഗത്തിലെ വിവിധ ഉന്നത പദവികൾ വഹിച്ചു. പിന്നീട് റിട്ടയർമെന്റിന് ശേഷം പ്രൊഫസർ PU പുരുഷോത്തമൻ, ശ്രീ KP അപ്പൻ എന്നിവരുടെ പ്രിയ ശിഷ്യനായി മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നു. മൺട്രോത്തുരുത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മണ്ഡലങ്ങളിൽ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല, ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ഗുരുദേവ കൃതികൾ പഠിച്ചും എല്ലാവരുടെയും സഹൃദയമായ വ്യക്തിത്വം. ഡോക്ടർ പത്മറാവു സാറിൻ്റെ ഓർമ്മകളിൽ ശ്രീ രതീശൻ മാഷ്. ഡോക്ടർ പത്മറാവു തുരുത്തിൻ്റെ വിലപ്പെട്ട മുത്ത്, കിശോരരാമായണം ആസ്വാദനക്കുറിപ്പ് എഴുതി എനിക്ക് പ്രചോദനമായത് എൻ്റെ തുരുത്തിൻ്റെ ഈ വിലപ്പെട്ട മുത്താണ്. അയത്ന ലളിതം മൂല്യഭരിതം എന്നായിരുന്നു ആ ആസ്വാദന കുറിപ്പ്. പക്ഷേ അകാലത്തിൽ പുസ്തകം പ്രകാശനമാകും മുമ്പ് കൊറോണ കാലത്ത് അദ്ദേഹം അന്തരിച്ചു. ആ ദുഃഖം എന്നെ വല്ലാതെ വിളിച്ചു. കിശോരരാമായണം അദ്ദേഹത്തിൻ്റെ സമർപ്പണമായി പ്രകാശനം ചെയ്ത് പ്രിയമിത്രത്തിന് സ്മൃതി അർച്ചന നടത്തി. പ്രണാമം മിത്രമേ. ശ്രീധരയും രതീശൻ. ശ്രീ പത്മറാവു സാറിൻ്റെ അവതാരികയിൽ നിന്ന്. ആർഭാടരഹിതം മൂല്യഭരിതം. ഡോക്ടർ ജി പത്മറാവു സാറിൻ്റെ വാക്കുകളിലേക്ക്. സുദീർഘമായ അധ്യാപന വൃത്തി, മാതൃകാപരമായ സാമൂഹിക പ്രവർത്തനം, വിപുലമായ ഗ്രന്ഥപരിചയം, പരിസരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള വാസന, സംഗീതബോധം, സാഹിത്യരചനയുടെ രംഗത്തെ അനുഭവജന്യമായ തഴക്കം മുതലായ പശ്ചാത്തലമുള്ള ശ്രീ ശ്രീനിലയം രതീശൻ കിശോരരാമായണവുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അവഗണിച്ച് കളയാവുന്ന ഒന്നല്ല ഇത്. നേരത്തെ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച നൊമ്പരത്തുരുത്ത് നല്ല വായനാ സൗഭാഗ്യം നേടിയിട്ടുണ്ട്. ശ്രദ്ധേയങ്ങളായ മറ്റു പല രചനകളും ശ്രീ രതീശനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെയാണ് കിശോരരാമായണത്തെ സഹൃദയ ലോകം ഉറ്റുനോക്കുന്നത്. രാമായണ കഥ അങ്ങേയറ്റം സംക്ഷേപിക്കുകയാണ് കിശോരരാമായണത്തിൽ ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കിശോരന്മാർക്ക് അഭിഗമ്യമായ ഈ കഥാ സംക്ഷേപം. കൂറ്റൻ ചിറകു വിടർത്തി ജടായു രാവണവധനെ താടിച്ചു, വേദന കൊണ്ടു പുളഞ്ഞു ദശാസ്യൻ അരിഞ്ഞു വീഴ്ത്തി പക്ഷങ്ങൾ. ഇതാണ് കാവ്യരീതി. സുഗ്രഹത, ലാളിത്യം, ഭാഷാപരമായ തെളിച്ചം, ആഖ്യാനപരമായ ഋജുത തുടങ്ങിയ സവിശേഷതകൾ ഈ കൃതിയെ ശ്രദ്ധേയമാക്കുന്നു. വാനരസേന പുറപ്പെട്ടു സീതാന്വേഷണ ലക്ഷ്യത്തിൽ തേടി തേടി ദക്ഷിണ സാഗര തീരത്തെത്തി ക്ഷീണിതരായി. സംഭവ പരമ്പരകളെ വളരെ സംഗ്രഹിച്ച് പറയാൻ കവിക്ക് കഴിയുന്നു. പ്രധാനപ്പെട്ടതൊന്നും വിട്ടുപോകുന്നുമില്ല. ഈ സംക്ഷേപണ വൈഭവത്തിൻ്റെ മുദ്രകൾ കിശോരരാമായണത്തിൽ തെളിഞ്ഞു കാണാം. കവിയിലെ അധ്യാപകൻ്റെ സാന്നിധ്യം ഈ രചനയിൽ ഉടനീളമുണ്ട്. നന്മ തിന്മകളെ വിവേചിച്ചു കാട്ടാനും ശരിയുടെ മാർഗം കാട്ടിക്കൊടുക്കാനും കവി പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പാടിത്തുടങ്ങുവിൻ രാമകഥകളെ, തുടികൊട്ടിപ്പാടുവിൻ ബാലകരെ, രാമാമൃതം നുണഞ്ഞാവോളം നിങ്ങളും ധന്യരായി മാറുവാൻ മംഗളങ്ങൾ. ഇങ്ങനെയാണ് കിശോരരാമായണം അവസാനിക്കുന്നത്. ഗുരുവായ കവിയുടെ ആശീർവാദശേഷി വായനക്കാരായ കിശോരന്മാരെ ധന്യരാക്കും. അദ്ദേഹത്തിൻ്റെ മാതൃകാ ജീവിത പ്രദർശനങ്ങൾ അവരെ ഉത്തേജിപ്പിക്കും. കവിയുടെ ഉദ്ബോധനങ്ങൾ വായനക്കാരെ കർമ്മോന്മുഖരാക്കും.
കഥാപാത്ര വിശകലനം നടത്തുന്ന അടുത്ത ഖണ്ഡങ്ങളും സമാനങ്ങളാണ്. വാൽമീകി ചിത്തം, ഹനുമൽ ഭക്തി, അണ്ണാറക്കണ്ണൻ, മന്ധര തുടങ്ങിയ 25-ൽ പരം ഖണ്ഡങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ആദ്യ ഭാഗം പോലെ മൂല്യഭരിതവും മനോഹരവുമാണ് ഈ ഖണ്ഡങ്ങളും. നല്ല സംഗീത ബോധമുണ്ട് ശ്രീനിലയം രതീശന്. അതിൻ്റെതായ ഒഴുക്ക് പൊതുവെ കവിതയിൽ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഉറച്ചുപോയ മൂല്യസങ്കല്പങ്ങളെ അലോസരപ്പെടുത്തുന്ന ഒന്നും ഈ കവിതയിലില്ല. മറുപുറം തിരയാനുള്ള വാസന പ്രകടിപ്പിക്കാത്തതുകൊണ്ട് കവിതയ്ക്ക് ഒട്ടും തന്നെ സങ്കീർണതയില്ല. കുട്ടികളും മുതിർന്നവരും ഈ കൃതി ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ധാരാളമായി വായിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനുമുള്ള സൗഭാഗ്യം കിശോര രാമായണത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീനിലയം രതീശിൽ നിന്ന് കൂടുതൽ മികച്ച രചനകൾ ഇനിയും ഉണ്ടാകട്ടെ. ഡോക്ടർ ജി പത്മറാവു, പ്രൊഫസർ, മലയാളം വിഭാഗം, കേരള സർവകലാശാല, തിരുവനന്തപുരം. പ്രവാസി ബന്ധുജന ഫൗണ്ടേഷൻ ആൻഡ് ഫാമിലി ഗ്രൂപ്പ് കൂട്ടായ്മയുടെ പ്രസിഡന്റ്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിത്വം, കവിതയെ അകമറ്റ് സ്നേഹിക്കുന്ന കവി, 1200-ൽ പരം കവിതകൾ ഈ തിരക്കിനിടയിലും ചൊല്ലി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സന്മനസ്സിന് ഉടമ, വേൾഡ് മലയാളി ഫെഡറേഷൻ, സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ജിദ്ദ ചാപ്റ്റർ സൂര്യസർഗത്തിൻ്റെ ഭാരവാഹി തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകളിൽ ആക്റ്റീവ് മെമ്പർ കൂടിയായ മനുഷ്യസ്നേഹിയും സ്നേഹനിധിയുമായ ശ്രീ സുദർശന ബാബു സാർ. കൊല്ലം ജില്ലയിലെ പേരൂർ സ്വദേശി. സൗദിയിൽ 37 വർഷമായി പർച്ചേസ് ഡയറക്ടർ ആയി ജോലി ചെയ്യുന്നു. ജോലി സംബന്ധമായി നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അമേയമായ നന്മയുടെ പൂമരം. ഈ കൂട്ടായ്മയിലൂടെയും അല്ലാതെയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, ഹോസ്പിറ്റൽ ചെലവുകൾ, മറ്റ് സഹായങ്ങൾ, പലർക്കും വീട്, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സഹായങ്ങൾ ചെയ്തു വരുന്നു. ശ്രീമതി രേഖ വൈഫാണ്. കാനഡയിൽ MBA എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന അഭിജിത്ത്, ഡോക്ടർ അഭിരാമി മക്കളാണ്. ശ്രീ രതീശൻ മാഷിൻ്റെ ഈ സംരംഭത്തിൽ ഒരു ഭാഗമാകാൻ മറ്റേതോ രാജ്യത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം കണ്ടെത്തുമ്പോൾ സ്നേഹനിധികളായ ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ ഒരു വിജയമായി ഞാനിതിനെ നെഞ്ചോട് ചേർക്കുന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ. രാമായണ കഥയെ ലളിതമാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗ്രഹിക്കാൻ പാകത്തിന് നമ്മുടെ ശ്രീമാൻ രതീശൻ സാർ എഴുതിയതാണ് കിശോര രാമായണം. അതിൽ നിന്നും അണ്ണാൻ കുഞ്ഞിൻ്റെ സവിശേഷതകൾ ആണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. സേതുബന്ധന നേരമായി വാനരരൊത്തുവൻ പാറചുമന്നിതാ, രാമലക്ഷ്മണ സുഗ്രീവ നിർദ്ദേശം കടൽപാല നിർമ്മിതി തകൃതിയിൽ, കുഞ്ഞനാരണ്ണാരക്കണ്ണനും മണ്ണിൽ വീണു 2 മണൽ തരി, സാഗരത്തിരയിൽ അലിയിച്ചിതാ കുഞ്ഞനാരക്കണ്ണനുമാവത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര